ലേണേഴ്സ് എക്സാമിന് പോകുന്നതിന് മുൻപ് ലേണേഴ്സ് എക്സാം എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുക എന്നും എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്നും എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഇത് എത്ര തവണ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഏറ്റവും മുകളിലായിട്ട് ടൈമിംഗ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ടാകും. എത്ര ക്വസ്റ്റ്യൻ ആണെന്നും എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണെന്നും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ലേണേഴ്സ് എക്സാമിന് 20 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. അതിൽ 12 ക്വസ്റ്റ്യന് കറക്റ്റ് ആൻസർ കൊടുത്തു പറഞ്ഞാൽ ലേണേഴ്സ് എക്സാം പാസ്സാവുന്നതാണ്. മേലെ ചോദ്യം തന്നിട്ടുണ്ടാകും. അതിൻ്റെ 3 ആൻസേഴ്സും തന്നിട്ടുണ്ടാകും. ചോദ്യം നന്നായി വായിച്ചതിന് ശേഷം ആൻസേഴ്സും നന്നായി വായിക്കുക. അതിനുശേഷം ഏതാണോ കറക്റ്റ് ആൻസർ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്തത് ചോദ്യങ്ങൾ എന്ന് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പോലെ ടെസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ലേണേഴ്സ് എക്സാം പെട്ടെന്ന് പാസ്സാവാനായിട്ട് പറ്റും. കൂടുതൽ ചോദ്യോത്തരങ്ങളും നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ലേണേഴ്സ് ക്വസ്റ്റ്യൻസും അതുപോലെ ലേണേഴ്സിൻ്റെ ട്രാഫിക് സിഗ്നൽസും അതുപോലെ ലേണേഴ്സിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. എന്തെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ വരും. അതിൽ ഫലം എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ ശരിയാണോ തെറ്റാണോ എന്ന് എല്ലാം കാണിച്ചിട്ടുണ്ടാകും. ലേണേഴ്സ് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ഫസ്റ്റ് നോക്കാം. ഗൂഗിളിൽ ലേണേഴ്സ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ മലയാളം എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഓൺലൈൻ ഡ്രൈവിംഗ് ലൈസൻസ് കമ്പ്യൂട്ടർ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലേണേഴ്സ് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇതിൽ നമുക്ക് പഴയ പോലെ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്തെങ്കിലും നമുക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലത്തെ വീഡിയോസുകൾ ചെയ്യാവുന്നതാണ്. വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലേണേഴ്സ് എക്സാം പാസ്സായതിനു ശേഷം 30 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് മാത്രമാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് ബുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ലേണേഴ്സ് എക്സാം കഴിഞ്ഞതിന് ശേഷം ലേണേഴ്സിൻ്റെ പ്രിൻ്റ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ള വീഡിയോ ചെയ്യാം. ലേണേഴ്സിന് ഡേറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ഒരു പക്ഷേ നമുക്കത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേറ്റ് എപ്പോഴാണോ ഓപ്പൺ ആയിരിക്കുന്നത് അതിന് നമുക്ക് ആ ഡേറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ലേണേഴ്സിന് ഫെയിലായതിന് ശേഷമാണ് ഡേറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ലേണേഴ്സ് ഫെയിലായതിൻ്റെ ഫീസ് അടച്ചതിന് ശേഷം മാത്രമാണ് ഡേറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ.